ഹായ് നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചു. ഇന്നലെ നമ്മൾ വാർത്തകളൊക്കെ കണ്ടു. എന്നാൽ അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷം വന്നിട്ടുള്ള വിവാദങ്ങളാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചിട്ടുള്ള 2 സിനിമകളാണ് 2022 നാഷണൽ അവാർഡിന് പരിഗണിച്ചു എന്ന തരത്തിൽ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വാർത്ത കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു വാർത്ത നമ്മൾ നമ്മുടെ ചാനലിലൂടെ കൊടുത്തത്. എന്നാൽ ഈ അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷം വരുന്ന വാർത്തകൾ വളരെ ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ്. നമുക്ക് എന്തായാലും ആദ്യം ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം. സബീർ 70ാമത് നാഷണൽ അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞല്ലോ. മമ്മൂക്കാക്ക് അവാർഡില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച നൻപകൽ നേരത്ത് മയക്കം, റോഷാക്ക് എന്നീ 2 ചിത്രങ്ങൾ അവാർഡിന് അയച്ചിട്ടില്ല. അവാർഡിന് അയക്കാത്ത സിനിമകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം? അവാർഡിന് അയക്കാൻ മമ്മൂട്ടി കമ്പനി ചുമതലപ്പെടുത്തിയത് സുനിൽ സിംഗിനെയാണ്. ഈ സുനിൽ സിംഗ് ആരാ നിങ്ങൾക്കറിയൂ? മമ്മൂട്ടി കമ്പനിയുടെ ലൈൻ പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അദ്ദേഹം നിറവേറ്റിയില്ല. എന്തോ കാരണങ്ങൾ പറഞ്ഞിട്ട് മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സില്ലി മാറ്റർ പറഞ്ഞിട്ടാണ് ആൾ ഒഴിയുന്നത്. ഏറ്റവും വലിയ കാര്യം, മമ്മൂക്കാക്ക് നാഷണൽ അവാർഡ് ഷുവറായിട്ട് ഒരുപക്ഷെ പങ്കിടാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കിട്ടാം, ഇതൊക്കെ സാധ്യതയുള്ള സിനിമകളായിരുന്നു. അതിലുപരി ബിന്ദു പടിക്കർക്ക് സഹനടിക്കൊക്കെ. അതായത് മമ്മൂട്ടി കമ്പനിയുടെ ലൈൻ പ്രൊഡ്യൂസർ ആയിട്ടുണ്ടായിരുന്ന സുനിൽ സിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന് ചുമതലപ്പെടുത്തിയിരുന്നത്. അപ്പൊ ഈ 2022 മമ്മൂട്ടി കമ്പനിയുടെ 2 സിനിമകൾ, അതും രണ്ടും ഒന്ന് നാഷണൽ അവാർഡ് മേടിച്ച സിനിമ കൂടിയാണ് നൻപകൽ നേരത്ത് മയക്കം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കാന്താര പോലുള്ള സിനിമയുടെ കൂടെ മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ സത്യസന്ധമായിട്ടുള്ള രീതിയിലാണ് അവാർഡ് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അത് മമ്മൂട്ടിക്ക് തന്നെ കിട്ടേണ്ട അവാർഡാണ്. കാരണം നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കണ്ട വാർത്തകൾ അവസാന റൗണ്ടിൽ ഋഷഭ് ഷെട്ടിയുടെ കാന്താരയുമായിട്ടാണ് മമ്മൂട്ടിയുടെ സിനിമകൾ മത്സരിക്കുന്നതെന്നല്ല. ഇന്നലെ നമ്മൾ കണ്ട വാർത്ത എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി സിനിമകൾ മത്സര രംഗത്തേക്കില്ല, അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമകൾ അവാർഡിന് പരിഗണിച്ചിട്ട് പോലുമില്ല. പകരം മലയാളത്തിൽ നിന്നുള്ള 2 സിനിമകൾ, അത് എന്നാത്താൻ കേസുകൂടി എന്ന സിനിമയാണ് ഋഷഭ് ഷെട്ടിയുടെ സിനിമയായിട്ട് അവസാന റൗണ്ടിൽ മത്സരിച്ചത്. എന്നാൽ മലയാളികൾക്ക് അഭിമാന നേട്ടമായി ആട്ടം എന്ന സിനിമ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇതിനെ കുറിച്ചിട്ട് വേറൊരു വ്യക്തിയും കൂടെ പറയുന്ന ഒരു കാര്യം, അതായത് ഈ അവാർഡിന്റെ ഈ പട്ടിക തയ്യാറാക്കിയ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുന്ന ഒരാൾ കൂടെ പറയുന്ന വീഡിയോയും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. കഴിഞ്ഞ ഈ അവാർഡ് പ്രഖ്യാപന കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു. സൗത്ത് ജൂറിയിലെ ഞാനും അംഗമായിരുന്നു ഇതിനകത്ത്. അപ്പം 2022 നമ്മുടെ കേരളത്തിൽ നിന്നും സൗത്തിൽ നിന്ന് അയച്ച സിനിമകളുടെ ലിസ്റ്റാണ് ഇതിനകത്ത്. ഈ സിനിമയുടെ ലിസ്റ്റിൽ എവിടെയും മമ്മൂട്ടി സാറിന്റെ ഒരു സിനിമകളും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വേദനയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. മമ്മൂട്ടി സാർ നൻപകൽ നേരത്ത് മയക്കം പോയിട്ട് മമ്മൂട്ടി സാർ അഭിനയിച്ച ഒരു സിനിമകളും നാഷണൽ അവാർഡിലേക്ക് അയച്ചിട്ടില്ല. ഇത് ആരാണ് അയക്കാതിരുന്നത്? എന്നിട്ട് അയക്കാതിരുന്നിട്ട് ഓൺലൈൻ ചർച്ചകൾ മുൻവിധിയോടുകൂടി ആരൊക്കെയോ കൂടി ഇരുന്നിട്ട് പടച്ചുണ്ടാക്കുകയാണ്, മമ്മൂട്ടിക്ക് കിട്ടില്ല കാരണം BJP ആണെന്നൊക്കെ പറയുമ്പോഴും പിന്നെ ആരാണ് മമ്മൂട്ടി സാറിന്റെ സിനിമകൾ മാത്രം നാഷണൽ അവാർഡിലേക്ക് അയക്കാതിരുന്നതും അതിന്റെ പഴി മുഴുവൻ BJP സർക്കാരിന്റെ തലയെ കെട്ടിവെച്ചതും ആരാന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കും. അതായത് മമ്മൂട്ടി കമ്പനിയുടെ ലൈൻ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഈ സുനിൽ സിംഗ് എന്ന് പറയുന്ന ഈ വ്യക്തി 2022 മമ്മൂട്ടിയുടെ ഈ 2 സിനിമകളും നാഷണൽ അവാർഡിന് വേണ്ടി അയച്ചിട്ടില്ല എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നമ്മൾ ഇന്നലെ മുതൽ കേട്ടു തുടങ്ങിയത്. എന്തായാലും ഇദ്ദേഹത്തെ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുന്നു. മമ്മൂട്ടിയുടെ കൂടെ ഇതുപോലെ ചില ശാപങ്ങൾ ഒത്തുകൂടിയിട്ടുണ്ട്. അത് ഇടവും വലവും ഒക്കെ ഉണ്ട് ഇത്തരത്തിലുള്ള ചില ആൾക്കാർ. അത് പാർക്കിങ്ങിൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറയുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മനസ്സ് ശുദ്ധമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ വഞ്ചിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തെ ചതിക്കുമെന്ന് ഒരിക്കൽ പോലും അദ്ദേഹം വിചാരിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെല്ലാം ഈ മമ്മൂക്കായെ ഇങ്ങനെ താങ്ങി നടന്ന് അവരുടെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നേടിയെടുക്കാൻ വലിയ വിദഗ്ധരാണ് ഇതുപോലുള്ള ആൾക്കാരെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇനിയെങ്കിലും മമ്മൂക്ക അത് മനസ്സിലാക്കുമെന്ന് തന്നെയാണ് എന്റെയും ഒരു വിശ്വാസം. എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മമ്മൂക്കാക്ക് വേണ്ടി ആയിക്കോട്ടെ, ഇപ്പൊ ലാലേട്ടൻ ആയിക്കോട്ടെ, ഇവർക്ക് വേണ്ടിയൊക്കെ ജയ് വിളിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന ഒരുപാട് ആത്മാർത്ഥമായിട്ടുള്ള കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ പിടിച്ചേൽപ്പിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഈ 2022 ഇവർ പറഞ്ഞതുപോലെ മമ്മൂക്കാക്ക് അവാർഡ് കിട്ടാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ മമ്മൂക്കാക്ക് അവാർഡ് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം 2018 തോന്നുന്നു റാം സംവിധാനം ചെയ്തിട്ടുള്ള പേരൻപ് എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്തത്. ആ സിനിമ റിലീസ് ചെയ്ത സമയത്ത് ആ സിനിമയോടൊപ്പം നിൽക്കാൻ പറ്റിയ സിനിമകളൊന്നും തന്നെ ഇല്ലായിരുന്നു. അന്ന് രാഷ്ട്രീയം വൽക്കരിച്ചുകൊണ്ടാണ് ആ അവാർഡ് മമ്മൂക്കായിൽ നിന്നും നഷ്ടപ്പെട്ടു പോയത്. ഒരു പക്ഷെ ചിലപ്പോൾ ഈ സിനിമകൾ ഇനി പരിഗണിച്ചെന്ന് വെച്ചോ എങ്കിൽ പോലും മമ്മൂക്കാക്ക് അവാർഡ് ലഭിക്കത്തില്ല എന്നുള്ളത് 100% സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ഭരണം മാറാത്തോടത്തോളം കാലം മമ്മൂക്ക എന്ന് പറയുന്ന ഈ അത്ഭുത പ്രതിഭയ്ക്ക്, അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്ന ഈ നടനെ ഇനി ദേശീയ അവാർഡിനെ കുറിച്ചിട്ട് ചിന്തിക്കുക പോലും വേണ്ട. പല ആൾക്കാരും ചോദിക്കുന്നു, കേരളത്തിൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ എന്തുകൊണ്ടാണ് മമ്മൂക്കാക്ക് അവാർഡ് കൊടുക്കാഞ്ഞത് എന്ന്. എന്നാൽ കാതൽ സിനിമയും ആടുജീവിതവും തമ്മിലായിരുന്നു അവസാന റൗണ്ട് ആ ഒരു മത്സരത്തിന് എത്തിയെങ്കിൽ
അതിനകത്ത് വളരെ നിഷ്പക്ഷമായ രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അവാർഡിന് അർഹതപ്പെട്ടത് അത് പൃഥ്വിരാജ് തന്നെയാണ്. കാരണം ആ പൃഥ്വിരാജ് ആ സിനിമയിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ള ആ ഒരു എഫേർട്ടും അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജ് ചെയ്ത ത്യാഗവും അദ്ദേഹത്തിന്റെ അഭിനയവും ഒക്കെ ആ സിനിമ അവാർഡിന് പരിഗണിക്കേണ്ട ഒരു സിനിമ തന്നെ എന്ന് വിചാരിച്ച് കാതൽ എന്ന് പറയുന്ന സിനിമ പരിഗണിക്കപ്പെടാൻ പാടില്ല എന്നല്ല. പക്ഷെ പല ആൾക്കാരും അവിടെ ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു കുത്തിത്തിരിപ്പ് നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താണേലും കേരളത്തിലെ അവാർഡ് അത് സത്യസന്ധമായ രീതിയിലുള്ള ഒരു അവാർഡായിട്ട് തന്നെയാണ് എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. മമ്മൂക്കയുടെ കൂടൊപ്പം നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് മമ്മൂക്കായെ ചതിച്ചത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇതുപോലുള്ള പുഴുക്കുത്തുകളെയൊക്കെ എടുത്ത് ദൂരെ കളയുക എന്ന് മാത്രമേ എനിക്ക് എന്തായാലും പറയുള്ളൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ശുഭപ്രതീക്ഷയെ നിങ്ങളുടെയൊക്കെ സ്വന്തം.